യും ജൈവവൈവിധ്യം സർക്കാർ കമ്മിറ്റികൾ എന്നൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഉറക്കം വന്നേക്കാം. പക്ഷേ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനത്തെക്കുറിച്ചാണ്. നമ്മൾ ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, കഴിക്കുന്ന ഭക്ഷണം ഇതെല്ലാം ഈ ജൈവവൈവിധ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ ഈ വിഷയം മനസ്സിലാക്കുന്നത് ഒരു പരീക്ഷ ജയിക്കാൻ മാത്രമല്ല, നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയെ മനസ്സിലാക്കാൻ കൂടിയാണ്. വളരെ ശരിയാണ്. അപ്പോൾ നമുക്ക് അടിസ്ഥാനത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താ ഈ ജൈവവൈവിധ്യം അഥവാ ബയോഡൈവേഴ്സിറ്റി? ലളിതമായി പറഞ്ഞാൽ ഭൂമിയിലുള്ള കോടിക്കണക്കിന് ജീവികളുടെ, സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും സൂക്ഷ്മജീവികളുടെയും എല്ലാം വൈവിധ്യമാണ്. ഈ വിഷയത്തിൽ 2 പേരുകൾ നിങ്ങളുടെ നോട്ടുകളിൽ എടുത്തു പറയുന്നുണ്ട്: W.G. റോസൻ, പിന്നെ എഡ്വേർഡ് ഓസ്ബോൺ വിൽസൺ. അതെ, ഈ 2 പേരും തമ്മിലുള്ള വ്യത്യാസം രസകരമാണ്. 1985-ൽ W.G. റോസനാണ് ബയോഡൈവേഴ്സിറ്റി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിക്കുന്നത്. പക്ഷേ എഡ്വേർഡ് വിൽസനെയാണ് നമ്മൾ ജൈവവൈവിധ്യത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത്. കാരണം അദ്ദേഹം ആ വാക്കിനെ ഒരു വലിയ പഠനശാഖയാക്കി മാറ്റി. അതിന്റെ പ്രാധാന്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഒരാൾ ഒരു കുഞ്ഞിന് പേരിടുന്നത് പോലെയും മറ്റൊരാൾ ആ കുഞ്ഞിനെ വളർത്തി വലുതാക്കി ലോകത്തിന് പരിചയപ്പെടുത്തുന്നത് പോലെയുമാണത്. നല്ലൊരു താരതമ്യമാണത്. ഇനി ഈ ജീവന്റെ വൈവിധ്യം ലോകത്തെല്ലായിടത്തും ഒരുപോലെയല്ലല്ലോ. ചിലയിടങ്ങളിൽ ഇത് അസാധാരണമാം വിധം കൂടുതലാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളെ തിരിച്ചറിയാനാണല്ലോ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എന്ന ആശയം വരുന്നത്. അതെ, ആ പേര് ആദ്യമായി കൊണ്ടുവന്നത് നോർമൻ മേയേഴ്സ് എന്ന ബ്രിട്ടീഷ് പരിസ്ഥിതി പ്രവർത്തകനാണ്. ഒരു സ്ഥലത്തെ ഹോട്ട്സ്പോട്ട് എന്ന് വിളിക്കണമെങ്കിൽ ചില നിബന്ധനകളുണ്ട്. കൺസർവേഷൻ ഇന്റർനാഷണൽ എന്ന സംഘടനയുടെ കണക്കുപ്രകാരം 2 എണ്ണമാണ് പ്രധാനം. 1, അവിടെ കുറഞ്ഞത് 1500 തരം എൻഡമിക് സസ്യങ്ങൾ, അതായത് അവിടെ മാത്രം കാണുന്ന സസ്യങ്ങൾ വേണം. 2, അവിടുത്തെ സ്വാഭാവിക ആവാസവ്യവസ്ഥയുടെ 70% ഇതിനകം നഷ്ടപ്പെട്ടിരിക്കണം. അതായത് 30% മാത്രമേ ബാക്കിയുണ്ടാകാൻ പാടുള്ളൂ. ഇതിങ്ങനെ കേൾക്കുമ്പോൾ ഒരു കണക്കായി മാത്രം തോന്നും. പക്ഷെ ഇതിനെ മറ്റൊരു രീതിയിൽ ചിന്തിച്ചാലോ? ഒരു എമർജൻസി റൂമിലെ ട്രയാജ് പോലെയാണിത്. അതെങ്ങനെയാണ്? ഡോക്ടർമാർ